സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചിട്ട് എത്ര കൊളിച്ചാലും ആ മതത്തിൻ്റെ നാറ്റം, ആ വർഗീയതയുടെ നാറ്റം, 6-ാം നൂറ്റാണ്ടിൻ്റെ നാറ്റം മാറില്ല. മദ്രസകളിൽ ഇന്ത്യൻ സൈന്യത്തിൽ അല്ലെങ്കിൽ കാഫറുകളുടെ സൈന്യത്തിൽ ചേരരുതെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യത്തെ ആക്രമികളെ നേരിടാൻ പാടില്ലെന്നും മദ്രസകൾ പഠിപ്പിക്കുന്നുണ്ടെന്നും പറയുന്ന ആരിഫിനെയും രവിചന്ദ്രനെയും പോലെയുള്ള ബിസിനസ്സുകാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ഭീരുക്കളുടെ സംഘടനയാണ്. അവർക്ക് പാവപ്പെട്ട സ്ത്രീകളെ, വരുമാനമില്ലാത്ത സ്ത്രീകളെ ദ്രോഹിക്കാനും, ഏതെങ്കിലും ഒരു സ്ത്രീ ഒന്ന് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാൽ, കുറച്ച് മുടി കാണിച്ചാൽ അവളുടെ പിന്നാലെ നടക്കാനും മാത്രമേ പറ്റൂ. പുരുഷന്മാർ വെള്ളമടിച്ചാലും, അടിച്ച് കൂത്താടിയാലും, കഞ്ചാവ് അടിച്ചും കള്ളു കുടിച്ചും വീട്ടിൽ വന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ ഇവരെ പോലുള്ള മുസ്ലിം ലീഗിനെ പോലുള്ള ഭീരുക്കൾക്ക് കഴിയാറില്ല. അവർ ദുർബലരായ ആളുകളുടെ മേലെ കയറുള്ളൂ. ഒരു സ്ത്രീയുടെ മുടി കണ്ടാൽ ലോകം പിടിഞ്ഞു വീഴുമെന്നൊക്കെ വിചാരിക്കുന്ന വെറും കാട്ട് ഊളകൾ, നാറുന്ന മനസ്സുമായി ജീവിക്കുന്ന മൊബൈൽ ശവങ്ങൾ, നടക്കുന്ന ശവങ്ങൾ, ചിരിക്കുന്ന ശവങ്ങൾ, 6-ാം നൂറ്റാണ്ടിൽ ചത്ത് അതിൻ്റെ ആത്മാവ് പേറി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ പോലെ അഭിനയിക്കുന്ന ശവങ്ങൾ. അങ്ങനെയുള്ള ശവങ്ങൾക്ക് എത്ര വെളുപ്പിച്ചാലും ജീവൻ വരില്ല, എത്ര കുളിപ്പിച്ചാലും ജീവൻ വരില്ല. ആരെ കാണിക്കാനാണ് ഈ കോപ്രായങ്ങൾ എന്ന് സ്വയം ചിന്തിക്കുക. വർഗീയതക്കെതിരെ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം വർഗീയത കൈയൊഴിയണം. ഈ ഷിഹാബിന് എന്താണ് യോഗ്യത? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അറേബ്യൻ കൊള്ളക്കാരന്റെ ബീജം പേറുന്നു അല്ലെങ്കിൽ പാരമ്പര്യം പേറുന്നു എന്നതാണ് ഇവന്റെ യോഗ്യത. എന്ത് മഹത്വമാണ് ഒരു മനുഷ്യനേക്കാൾ മറ്റൊരു മനുഷ്യനുള്ളത്? അറബി ഭാഷക്കും അറബികൾക്കും പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ഊളുകളുടെ, മാണ്ടന്മാരുടെ, മാന്തബുദ്ധികളുടെ കൂടാരമാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് പൊതുസമൂഹമൊക്കെ ഇതൊക്കെ ഒരു തമാശയായിട്ടും മാണ്ടത്തരമായിട്ടും ഊളത്തരമായിട്ടും മാത്രമേ കാണുന്നുള്ളൂ. മുസ്ലിം സമുദായത്തിൽ പുതിയ തലമുറ ഇതൊക്കെ തള്ളിപ്പറയും, ഇതൊക്കെ അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളും. അവർ ശാസ്ത്രീയമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും മുന്നേറും. ആ മുന്നേറ്റം ഈ ഭൂമി ഒരു സ്വർഗമാകാൻ കാരണമാകും. അപ്പം ശരി.